ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ നമ്മൾ ഇത് സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു സെക്ഷനാണ്. യു എ ഇ കോട്ടക്സ് VIP ഗ്രൂപ്പാണ്. ഓക്കെ, നമ്മൾ 10:30-ക്കാണ് ഇത് എല്ലാ ദിവസവും പ്ലാൻ ചെയ്യുന്നത്. ഇന്നാണ് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ട്രേഡിംഗ് എന്ന് പറയുന്നത് ഹൈലി റിസ്ക്കുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഡെയിലി 10:30-ക്കാണ്. ഇപ്പോൾ ലിറ്റിൽ ബിറ്റ് ഒരു 4 മിനിറ്റ് കൂടുതലായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവർക്ക് VIP ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ എന്താ പറയുക, ജോയിൻ ചെയ്തവർക്കും ഒക്കെയാണ് ഈ സിഗ്നൽ വരുന്നത്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ USD BDT നോക്കാം. ഇവിടെയാണ് റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള മണി മാനേജ്മെൻറ്റ് മണി മാനേജ്മെൻ്റ് അല്ല, സ്ട്രാറ്റജി നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് ഇവിടെ ഫോം ആവുന്നതെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്യാൻഡിൽ നമുക്ക് ഡൗണിലേക്ക് നമുക്ക് ട്രേഡ് എടുക്കാം. ഇത് റെഡ് ക്യാൻഡിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്യാം, അപ്പിലേക്ക് നോക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ ഫോം ആവുന്നുണ്ട്, നോക്കാം. ഇപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റിൽ റെഡ് ക്യാൻഡിൽ ആയി കഴിഞ്ഞാൽ പണി കിട്ടും. 3 ഓക്കെ, പക്ഷെ ഇവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ട് നമുക്കത് റെഡ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ട്രേഡ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്, റെസിസ്റ്റൻസ് സോണാണ്. ഞാനിപ്പോഴും പറയുന്ന പോലെ ഒരു സോണാണ് ഒരു സോണാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാർക്കറ്റ് താഴോട്ട് പോകും എന്നുള്ള ഒരു നിഗമനമാണ് നമുക്ക് എല്ലാം. ഓക്കെ, അല്ല നമുക്കൊരിക്കലും എന്താ പറയുക, ഒരു 100% നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇതാണ് ഇവിടെ റെസിസ്റ്റൻസ് ഏരിയ ആണുള്ളത്. പക്ഷേ ഇവിടെ റെസിസ്റ്റൻസ് തട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ നമ്മൾ എടുത്തു. ഓക്കെ, നമ്മളെടുത്തു. നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ട്രേഡ് വിന്നായിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തു, വിൻ എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മുടെ UAE കോട്ടക്സ് VIP ഗ്രൂപ്പാണിത്. ഓക്കെ, കോട്ടക്സിൻ്റെ VIP ഗ്രൂപ്പാണ് മായാവി ട്രേഡിങ്ങിൻ്റെ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഇത് നോക്കണ്ട, ഇത് നമ്മുടെ പഴയൊരു ഗ്രൂപ്പ് നമ്മൾ ഇത് ചെയ്തതാണ്. ഓക്കെ, ദ ഗ്രൂപ്പ് സ്റ്റാർട്ട്സ് ഫ്രം 1770. ഓക്കെ, 17/7. ഇന്ന് 17/7 ആണ്. ഓക്കെ, എവിടെയാണ്? 10:30-ക്കാണ്. എല്ലാ ദിവസവും 10:30 ഇന്ത്യൻ ടൈം 10:30-ക്ക്. അപ്പോൾ ഗൾഫിലുള്ളവർക്ക് എന്താണ്, അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവർ വീട്ടിലെത്തിയ സമയമാണ്. ഓക്കെ, ഇങ്ങനൊരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ കാരണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ട്രേഡാണ്. ദൈവാനുഗ്രഹം കൊണ്ട് ഫസ്റ്റത്തെ ട്രേഡ് വിന്നായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ട്രേഡ് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ട്രേഡ് നമുക്ക് ഏതിലൊക്കെ എടുക്കാമെന്നുള്ളത് നോക്കാം. ARS വേണ്ട, NSD വേണ്ട.
ഗൾഫ് വന്നിട്ടുണ്ട്, പക്ഷെ വീക്ക് വന്നു. നോക്കാം. ഓക്കെ, ഈ ഒരു സമയമായതുകൊണ്ട് 10:30 ഒക്കെ ആയതുകൊണ്ട് കുറച്ച് സമയം അങ്ങോട്ട് വെയിറ്റ് ചെയ്യണം. എന്നാലും നമുക്ക് EGPയിൽ നോക്കാം. EGP USD EGP. EGPയിൽ ഡൗൺ സൈഡിലേക്കൊരു ഇത് കിട്ടുന്നുണ്ടല്ലോ. ഡൗൺ സൈഡിലേക്കൊരു ട്രേഡ് നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ. ഡൗൺ സൈഡിലേക്ക് ട്രേഡ് എടുക്കാം. നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഡൗൺ സൈഡിലേക്ക് എടുത്തതെന്നുള്ളതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നല്ല ബുള്ളിഷാണ് പോകുന്നത്, നല്ല ബുള്ളിഷും കാര്യങ്ങളും നിങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ എടുക്കാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു എന്താ പറയുക മാർഗോസോ ക്യാൻഡിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മാർഗോസോ ക്യാൻഡിൽ ഉണ്ടായതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അത് ഇവിടെയൊക്കെ എൻട്രി നിർത്തിയിട്ടുള്ള ഒരു നമ്മൾ 1 മിനിറ്റിലാണ് 3 മിനിറ്റ്സിൻ്റെയും 5 മിനിറ്റ്സിൻ്റെയൊക്കെ എൻട്രി ചെയ്തവരുടെ അല്ലെങ്കിൽ 2 മിനിറ്റ്സിന് എൻട്രി ചെയ്തവരെയൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഇതിലുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അധികം ഫ്ലക്ച്വേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് വിൻ കിട്ടും. ഇല്ലെങ്കിൽ ഇത് ഒരൊറ്റ അടിച്ചിട്ട് ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഫോം ആവും. ഓക്കെ, നമുക്കിത് പ്രോഫിറ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതും നമ്മൾ വിൻ. ഓക്കെ, പ്ലീസ് വെയിറ്റ്. നമ്മൾ ചെയ്യുന്നതൊന്നും എപ്പോഴും എല്ലായ്പ്പോഴും ഒരേപോലെ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വിന്ന് കിട്ടും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കരുത് നമ്മൾ. ഓക്കെ, അങ്ങനെ പ്രതീക്ഷിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അത് മണ്ടത്തരമാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾ എടുക്കുന്ന ഓരോ ട്രേഡും ആ ട്രേഡ് ലോസ് ആകും എന്നുള്ളൊരു ഫീലിൽ വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഓവർ ട്രേഡ് ചെയ്യാതെ നമ്മുടെ ക്യാപിറ്റലനുസരിച്ചിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പ്ലോട്ട് ചെയ്യുള്ളൂ ഇവിടെ. ഓക്കെ, അല്ലാതെ 2000 രൂപയുള്ള കൊണ്ടുപോയിട്ട് 500 രൂപ കൊണ്ടിട്ടിട്ട് ട്രേഡ് ചെയ്യാൻ പോരുത്. മനസ്സിലാവുന്നുണ്ടോ? 5000 ഉള്ള കൊണ്ടുപോയിട്ട് 100 രൂപ ഇട്ടിട്ട് ട്രേഡ് ചെയ്യാൻ പോരുത്. 100 രൂപ 5000 ഉള്ള ഒരു 200 രൂപ 300 രൂപ 500 രൂപ എന്നിട്ട് ട്രേഡ് ചെയ്യാൻ പോരുത്. അതൊക്കെ ഓരോരുത്തർക്ക് ഓരോരോ എന്താ പറയുക, ബേസ്ഡ് ഓൺ ദ ക്യാപിറ്റൽ നിങ്ങൾ എത്രയാണ് എന്താ പറയുക, എത്രയാണ് നിങ്ങൾ ഫസ്റ്റത്തെ ട്രേഡ് എടുക്കേണ്ടതെന്നൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ നിങ്ങൾക്കൊരു എക്സൽ ഫയൽ ഉണ്ടാവും. ആ ഫയലിൽ നിങ്ങളുടെ ക്യാപിറ്റൽ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് എത്രയ്ക്കാണ് എടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു ഇതിൽ നമ്മുടെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ മണി മാനേജ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ നമ്മൾ ട്രേഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ തോന്നിയ പോലെ നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ 2 വർഷത്തിന് മേലെയായി നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഈ ഗ്രൂപ്പല്ല, മായാവി ട്രേഡിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായി 2 വർഷത്തിന് മേലെയായി അല്ലേ. ഇപ്പോഴും നമ്മൾ ഇത് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ മണി മാനേജ്മെൻറ്റും നമ്മുടെ സ്ട്രാറ്റജിയും നമ്മുടെ ആ ഒരു വിൽ പവറും കൊണ്ടാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, സംഗതി വളരെ സിമ്പിളായി നമ്മളെപ്പോഴും നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് കാണുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണാതിരിക്കുക. ഇപ്പോൾ ട്രേഡിംഗ് ആയാലും ശരി, ഇതായാലും ശരി, നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കാണാതിരിക്കുക. ഇപ്പോൾ ഇവിടെയും റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെയും റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു കൺഫ്യൂഷൻ വരും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കണ്ടോ, റെസിസ്റ്റൻസ് ഇവിടെ അടുത്താണല്ലോ. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കുക. ഈ റെസിസ്റ്റൻസിൽ എന്താ സംഭവിക്കുന്നത് നോക്കുക. റിജക്ഷൻ ആണോ അതോ ജസ്റ്റ് ഒരു പുൾ ബാക്ക് ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാം. അല്ലാതെ ഇവിടെ റെസിസ്റ്റൻസ് കണ്ടു എന്ന് വെച്ചാൽ ഇപ്പോൾ ഡൗണിലേക്ക് ട്രേഡ് എടുക്കാൻ നമുക്ക് അങ്ങനെ പറ്റില്ല. ചിലപ്പോൾ ലക്കിൽ നമുക്ക്
സോറി, ലക്കിൽ ചിലപ്പോൾ നമ്മൾ വിന്നാവാനുള്ള ചാൻസ് ഉണ്ടാകും. പക്ഷേ ഓൾമോസ്റ്റ് നമ്മൾ എന്താ പറയുക 90% നമ്മൾ ലോസ് ആകും. ഇപ്പോൾ നമ്മൾ ഡൗണിലേക്ക് എടുത്തുകൂടെ, ഡൗണിലേക്ക് എടുത്തിരുന്നെങ്കിൽ എന്തായാലും ഇപ്പോൾ റെസിസ്റ്റൻസ് നമ്മൾ കണ്ട് ഡൗണിലേക്ക് എടുത്തിരുന്നെങ്കിൽ എന്തായാലും ഇപ്പോൾ ഈ ഒരു ഇതിൽ ലോസ് ആയേനെ. ഓക്കെ, ആ ലോസ് ആവും, നമ്മൾ MTG എടുക്കും. ഓക്കെ, അത് വേറെ കാര്യം. പക്ഷെ എന്നാലും ഫസ്റ്റത്തെ അറ്റംപ്റ്റ് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് മാത്രം ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. USD/PKR നോക്കാം. നല്ലൊരു ഡൗൺ ട്രെൻഡ് ഉണ്ട്. അപ്പം നമുക്ക് അപ്പിലേക്ക് ഒരെണ്ണം കൊടുക്കാവുന്നതേ ഉള്ളൂ ഇവിടെ. പക്ഷേ വലിയ ക്യാൻഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത്രയ്ക്കും ഇത് കൂടുതലാണെന്ന് അതിൻ്റെ അർത്ഥം. എന്താണ്, സെല്ലേഴ്സ് അല്ലെങ്കിൽ ഇപ്പോൾ സെല്ലേഴ്സ് അല്ല, ഇപ്പോൾ ഡൗണിലേക്കാണ് പോണേ. അപ്പോൾ സോറി, നല്ലൊരു ചുമയുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. നല്ല തണുപ്പ്, നിങ്ങൾക്കറിയാം നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്, തണുപ്പൊക്കെയാണ്. ഓക്കെ, അപ്പോൾ മഴയില്ല ഇവിടെ, തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഇതാണ്. കേരളത്തിൽ പിന്നെ നല്ല മഴയായിരിക്കും അല്ലേ, ന്യൂസൊക്കെ കാണാറുണ്ട്. അപ്പോൾ ശരി, ഇവിടെ എന്തുകൊണ്ട് നമ്മൾ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലേഴ്സ് നല്ല പവറുണ്ട്, അതിൻ്റെ പുൾ ബാക്ക് ഉണ്ടാവുമായിരിക്കും. എങ്കിൽ പോലും നമ്മൾ അങ്ങനെയുള്ള ഇതിലൊന്നും ചെറിയ സമയത്ത് എടുക്കുക എന്നല്ലാതെ എല്ലാത്തിലും കൊണ്ടുപോയിട്ട് നമ്മൾ കൈവയ്ക്കാതിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് MXN ഒന്ന് നോക്കാം. MXN എന്താണ്, MXN എന്താ സ്ഥിതി? ഓക്കെ, MXN ഡൗണിലേക്കൊരു ചാൻസ് ഉണ്ട്, നല്ലൊരു ചാൻസ് കാണുന്നുണ്ട്. എന്താ ചെയ്യുക? ഓക്കെ, ഡൗണിലേക്ക് നമുക്കൊന്ന് എടുത്തു നോക്കാം. കാരണം ഇവിടെ ഒരു റിജക്ഷൻ വരുന്നുണ്ട്. ഓൾറെഡി ഈ റെസിസ്റ്റൻസിൽ വന്ന് പിന്നെയും ക്യാൻഡിൽ മേലോട്ട് പോയതാണ്. പക്ഷേ ഈ റെസിസ്റ്റൻസ് ഇവിടെയുള്ള ഈ റെസിസ്റ്റൻസിൽ ബ്രേക്കും ചെയ്തിട്ടുണ്ട്. റെഡ് ക്യാൻഡിൽ വന്നു. പക്ഷെ നമ്മൾ ഓക്കെ എടുക്കാൻ ഡൗണിലേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് MTG എടുക്കേണ്ട വരുമെന്ന് തോന്നാം. നോക്കാം. ട്രേഡ് നമ്മൾ ഡൗണിലേക്ക് എടുക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തു. പിന്നെ നമ്മുടെ അനാലിസിസും നമ്മൾ പഠിച്ച സ്ട്രാറ്റജിയും ഒക്കെ വെച്ച് നമ്മൾ ഓക്കെ ആയി, നമ്മൾ എടുത്തു. പിന്നെ അതിൻ്റെ മുന്നിലേക്ക് നമ്മൾ വേറൊരു കളിയും പിന്നെ കളിക്കാൻ പോകരുത്. പിന്നെ രണ്ട് കാര്യം ഞാൻ എപ്പോഴും പറയുന്ന പോലെ 2 കാര്യങ്ങളേ വരുന്നുള്ളൂ. ഒന്നെങ്കിൽ ലോസ് അല്ലെങ്കിൽ വിന്ന് അല്ലേ. ഇനി ആ ലോസ് വന്നു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യണം, നമ്മൾ MTG ഇട്ടിട്ട് നമ്മളതിനെ വിന്നാക്കണം, അല്ലെങ്കിൽ MTG നമ്മൾ ഉപയോഗിക്കുക. ഇനി അതിന് ലോസ് ആവണമെങ്കിൽ അടുത്ത സിഗ്നൽ നമ്മൾ വെയിറ്റ് ചെയ്യും, അത്രയേ ഉള്ളൂ. സോറി, നോക്കാം. നല്ലൊരു ക്യാൻഡിലാണ്, നല്ല ഫോർമേഷൻ, നല്ല ക്യാൻഡിലാണ് വന്നേക്കുന്നത്. അത് MTG നമുക്ക് അപ്പെടുക്കാമായിരുന്നു, പക്ഷേ നമ്മുടെ അനാലിസിസ് അതിനെ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ ലോസ് ആണെങ്കിൽ പോലും ലോസ് നമ്മൾ എടുക്കുക, ലോസായി, അത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ പഠിച്ചത് നമ്മൾ ഒരിക്കലും തറാ-പറാന്ന് എഴുതി കഴിഞ്ഞാൽ തറാ-പറാന്ന് തന്നെ എഴുതുക. ഓക്കെ, അല്ലാതെ നമ്മൾ തറാ-പറാന്ന് എഴുതിയിട്ട് തലാന്ന് കൊണ്ട് എഴുതി വെക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പഠിച്ചത് മാത്രം എഴുതുക, പഠിച്ചത് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ലോസോ തെറ്റോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പോട്ട്, അത് പിന്നെ അതപ്പം. ഓക്കെ, നോക്കാം. ഓക്കെ, നമുക്കിത് ലോസായി, നോ പ്രോബ്ലം. ലോസ് വന്നു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ലോസ് വന്നു, അവിടെയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ നമ്മൾ ചിന്തിക്കേണ്ടതോ ഇതാക്കേണ്ടതോ ഒരു കാര്യവുമില്ല. അവിടെ ലോസ് വന്നു. ഇനി എന്തായാലും നമ്മൾ അടുത്ത പെയർ നമുക്ക് നോക്കാം. പെയർ ഏതാണ് നോക്കുക? ഒന്ന് EGP തന്നെ നോക്കാം. EGPയിൽ കുറച്ചും കൂടെ EGPയിൽ ഡൗണിലേക്ക് പോകാനുള്ളൊരു ചാൻസ് കാണുന്നുണ്ട്.
റിജക്ഷൻ വന്നിട്ടുണ്ട്. നോക്കാം. ക്യാൻഡിൽ പോട്ടെ. കാരണം ഇപ്പോൾ ഈ ഒരു സമയത്ത്, ഈ ഒരു 10:30 ഒക്കെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്ലക്ച്വേഷൻ ഉണ്ട്. എന്നാലും നമുക്ക് ഇപ്പോൾ ചെയ്തല്ലേ മതിയാവും. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ എന്താ പറയുക, തിരയടങ്ങിയിട്ട് നിങ്ങൾ ഒരിക്കലും കടലിൽ പോകാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അതേപോലെ തന്നെയാണ് ഫ്ലക്ച്വേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. മനസ്സിലാവുന്നു? ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. അപ്പോൾ അതും വിന്നായി. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഇനി നമുക്ക് എന്താണ്, ഏതിലാണ് നോക്കുക? INR നോക്കിയാലോ? INR വേണ്ട, INR ഒഴിവാക്കാം. INRൽ ആരും തോന്നരുത്, INRൽ ഞാൻ ട്രേഡ് അധികം ചെയ്യാറില്ല. ഓക്കെ, അത്രയേ ഉള്ളൂ. ദേശഭക്തിയൊക്കെ ഉണ്ട്, പക്ഷേ INRൽ ചെയ്യുന്നില്ല, അധികം ചെയ്യുന്നില്ല. ARS നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. കണ്ടോ, മാർഗസ് ക്യാൻഡിൽ കണ്ടോ, നല്ല പവറായിട്ടുള്ള രണ്ടെണ്ണമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഡൗണിലേക്ക് വരാനാണ് ചെറിയൊരു ചാൻസ് കാണുന്നുണ്ട്. TRY നോക്കാം. വിക്സ് എന്നല്ല, വിക്ക് കൂടുതലുള്ളത് നമ്മൾ നോക്കാതിരിക്കുന്ന നല്ലത്. മെക്സൻ റെഡ് ക്യാൻഡിൽ വരാനാണ് ചാൻസ് കൂടുതൽ. ഒറ്റ മിനിറ്റ്, ഒരു ഫോൺ വരുന്നുണ്ട്, പഠിച്ചോ. ബ്രോ, ഇല്ല, ഞാൻ സെക്ഷനിലായിരുന്നു. ഇല്ലല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. അയ്യടാ, ആണോ? ഓക്കെ. ആണോ? ഓക്കെ. കുഴപ്പമില്ല. ഓക്കെ. പിന്നെ നാളെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു $1 lakh ഉണ്ടാവും കേട്ടോ, സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ പറയാം. ഇപ്പോൾ ഇത് ഒരു 10,000 കഴിയട്ടെ. ഓക്കെ, ശരി എന്നാൽ. ഓക്കെ. സോറി ഫ്രണ്ട്സ്, ഒരു എന്താ പറയുക, ഫോൺ വന്നു. അത് 4 3 2 1. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതും വിന്നായി. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഞാൻ പറയാൻ വിട്ടുപോയി അല്ലേ? അപ്പോഴത്തേക്ക് ഒരു കോഡ് വന്നുകൊണ്ടാണ് ലോജിക്ക് പറയാൻ വിട്ടുപോയി. ബിന്നിൽ കിടക്കട്ടെ. USD BDT. ഓക്കെ,
അപ്പോൾ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ശ്രദ്ധിക്കുക, നിങ്ങളെല്ലാം ശ്രദ്ധിച്ചോളൂ. ഇതൊരു ഡൗൺ ട്രെൻഡാണ്. ഈ ഡൗൺ ട്രെൻഡ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിച്ചോളൂ. ലോവർ ഹൈയും ഹയർ ഹൈയും അതൊന്നും വേണ്ട. ഓരോ ടേണിങ്ങിൽ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ വരച്ചു വെക്കുക. ഞാൻ പറഞ്ഞു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചു, ഇവിടെ വരച്ചു, ഇവിടെ ഞാൻ വരച്ചു. ഇവിടുന്ന് ഈ ഒരു ഇതിൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ ഇവിടെ തോന്നുന്നത് എന്ന് പറയാൻ പറ്റുമോ? ഞാനിവിടെ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് തോന്നുന്നത്? ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞുതരാം. മാർക്കറ്റ് ഒരു മിനിറ്റ് വരയ്ക്കട്ടെ, ഒരു വരയ്ക്കാനുള്ള സുനാപ്പി എടുക്കട്ടെ. ഈ പാത എവിടെയാണപ്പാ? ഓക്കെ, മാർക്കറ്റ് എല്ലാം എടുക്കട്ടെ. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചോളാം, നിങ്ങൾ ശ്രദ്ധിച്ചോളാം, കറക്റ്റായിട്ട് നോക്കിയോളാം. ഇപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഒരു ഡൗൺ ട്രെൻഡാണ് അല്ലെങ്കിൽ അപ്പ് ട്രെൻഡ് എന്തും ആയിക്കോട്ടെ, ഞാൻ ഈ വരച്ചേക്കണത് കണ്ടില്ലേ, ഇത് സപ്പോർട്ടാണ്. ഓക്കെ, സപ്പോർട്ടാണ് ഞാൻ വരച്ചേക്കണത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പിലേക്കാണ് ട്രേഡ് എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ്, അത് നല്ലതല്ല എന്നാലും ഓക്കെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോളാം, മാർക്കറ്റ് ഡൗൺ ട്രെൻഡാണ്, ഡൗൺ വന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് ടേണായിട്ട് ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ശ്രദ്ധിച്ചോളൂ, റെസിസ്റ്റൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വരച്ച സപ്പോർട്ടില്ലേ, ഈ സപ്പോർട്ടിനെ റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് പോയി മേലോട്ട് പോയിട്ട് ആ സപ്പോർട്ടിനെ എന്ത് ചെയ്തു, റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ ഈ സപ്പോർട്ട് കണ്ടോ, സപ്പോർട്ട് വരച്ച കണ്ടോ, ഈ സപ്പോർട്ടിന് റെസിസ്റ്റൻസ് ആയിട്ട് സാധനം എന്ത് ചെയ്തു, മാർക്കറ്റ് ചെയ്തു താഴോട്ടടിച്ചോ കണ്ടോ, താഴോട്ടടിച്ചു. ഈ താഴോട്ട് വന്ന് ഇവിടം വരെ വന്നു. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇവിടെ എടുത്തില്ലെങ്കിൽ നമുക്ക് എന്തായിരുന്നേ, ഒരു മിനിറ്റ്, ഇവിടെ എടുത്തെങ്കിൽ നമുക്ക് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എടുക്കണമായിരുന്നു. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനലൈസ് ചെയ്തപ്പോഴത്തേക്ക് അവിടെ എത്തിയില്ല. ഓക്കെ, ഇവിടെ കോൾ വരുന്നുണ്ടല്ലോ. ഓക്കെ, പിന്നെ മാർക്കറ്റ് നോക്കിയോ, ശ്രദ്ധിച്ചോ, മാർക്കറ്റ് പിന്നെ ഞാൻ വന്ന് വരച്ചേക്കുന്നത് ഇവിടെയാണ് സപ്പോർട്ട് വരച്ചേക്കുന്നത്. ഓക്കെ, ഈ സപ്പോർട്ട് വരയ്ക്കുമ്പോൾ മാർക്കറ്റ് നമ്മൾ ഡൗൺ ട്രെൻഡാണ് പോകുന്നത്, നമുക്ക് ഓപ്പോസിറ്റ് ട്രേഡ് കിട്ടുന്നു. വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു മാർക്കറ്റ് ടേൺ ആവുമ്പോൾ എന്തായാലും ഈ സപ്പോർട്ടിന് റെസിസ്റ്റൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ്, കാരണം ഇവിടെ ബ്രേക്കായി, ഈ സപ്പോർട്ട് ബ്രേക്ക് ആയതുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പോയി. പിന്നെ ഈ സപ്പോർട്ട് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഇതെന്താവും, റെസിസ്റ്റൻസ് ആവും. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും എന്ത് വരും, ഗ്രീൻ ക്യാൻഡിൽ വരും. ആ ഗ്രീൻ ക്യാൻഡിലാണ് നമ്മളിതാ ഇവിടെ ട്രേഡ് എടുത്തേക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ മനസ്സിലായോ? ഇതാണ് ട്രേഡിങ്, സിമ്പിൾ കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇനി ഞാൻ ചെയ്യുന്ന ട്രേഡിൻ്റെ ഒക്കെ ഒരു കോപ്പി എൻ്റെയോടൊപ്പം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ VIP ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്.